നമസ്കാരം. നമസ്കാരം. ഇപ്പം ഏറ്റവും പുതുതായിട്ട് വരുന്ന വിവരം കിളിമാനൂർ ഏരിയ കമ്മിറ്റിയിൽ മുൻ മന്ത്രി VN വാസവന്റെ ഒരു പരാമർശമാണ്. മുഖ്യമന്ത്രിയുടെ സ്വഭാവം കൊണ്ടും സ്വഭാവ പെരുമാറ്റം കൊണ്ടും മാത്രമാണ് ഈ ഇലക്ഷൻ തോറ്റതെന്നുള്ളതും വെള്ളാപ്പള്ളിയെ വലിയ ആളായി കണ്ടു എന്നുള്ളതും വെള്ളാപ്പള്ളിയുടെ വർഗീയ പരാമർശങ്ങൾക്കെതിരെ പിണറായി വിജയൻ നിശബ്ദത പാലിച്ചത് കൊണ്ട് മാത്രമാണ് പാർട്ടി തോറ്റതെന്നുള്ളത് അതിശക്തമായൊരു വിമർശനമാണ് ഇന്നലെ കിളിമാനൂർ ഏരിയ കമ്മിറ്റിയിൽ ഈ പറഞ്ഞ പോലെ VN വാസവൻ ഉദ്ധരിച്ചത്. അപ്പം ഇത്തരത്തിൽ നോക്കുമ്പോൾ എല്ലാ ഭാഗത്തു നിന്നും CPM ജില്ലാ കമ്മിറ്റിയിൽ നിന്ന്, അതുപോലെ തന്നെ ഏരിയ കമ്മിറ്റി, ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ ലോക്കൽ കമ്മിറ്റി കൂടാൻ തുടങ്ങും. ഇന്നലെ ഇപ്പോൾ അവരുടെ ദേശീയ കമ്മിറ്റിയിലും ഇതേ പ്രശ്നം ഉണ്ടായത്. പല ആൾക്കാരും പറഞ്ഞത് പിണറായി വിജയന്റെ ഏകാധിപത്യ പ്രവണതകളുണ്ട് തോറ്റു എന്നാണ്. അപ്പം ഈ ഒരു വിഷയത്തെ എങ്ങനെയാണ് സാറ് കാണുന്നത്? ഫവാസെ, ഇപ്പം നമ്മുടെ ഈ മലയാളത്തിൽ കുറെ പഴഞ്ചൊല്ലുകളുണ്ട്. ഈ പഴഞ്ചൊല്ലുകൾ പലപ്പോഴും അന്വർത്ഥമാകാറുണ്ട്, അർത്ഥവത്താകാറുണ്ട്. അതിൽ ഒരു ചൊല്ല് പൂരപ്പിറ്റേന്ന് വെടിവെച്ചുകൊണ്ട് കാര്യമില്ല എന്ന് പറയും. കാരണം ഇപ്പോൾ തൃശ്ശൂർ പൂരം ഫവാസിന് അറിയാലോ, ആ പൂരത്തിന്റെ സമാപനത്തിലാണ് വെടിക്കെട്ട് വരിക. ഒരുപക്ഷെ ഈ തൃശ്ശൂർ പൂരത്തിന്റെ ഏറ്റവും ആകർഷകമായ ഒരു ഘടകം വെടിക്കെട്ട് തന്നെയാണ്. കുറച്ച് അപകട സാധ്യതയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഏറ്റവും ആകർഷകമായ മനോഹരമായ ഒരു ചടങ്ങ് തന്നെയാണ് വെടിക്കെട്ട്. അഥവാ പൂരം സമ്പൂർണ്ണമാകണമെങ്കിൽ വെടിക്കെട്ട് വേണം. ഇത് പൂരം കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞിട്ട് ഈ വെടിക്കെട്ട് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ശോഭ പോകും. അതുകൊണ്ടാണ് പൂരപ്പിറ്റെന്ന് വെടിക്കെട്ടിന്റെ കാര്യമില്ല എന്ന് പറയുന്നത്. ഇവിടെ പറഞ്ഞു വരുന്നത്, വാസവൻ ഇപ്പോൾ ഇത്തരത്തിലൊരു അഭിപ്രായ പ്രകടനം നടത്തുകയാണെങ്കിൽ ഒരു വേള പിണറായി വിജയന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് വാസവൻ എന്ന തരത്തിലൊക്കെ കേരളത്തിൽ അറിയപ്പെടുകയുണ്ടായി. അതായത് പിണറായി വിജയൻ എന്ത് മനസ്സിൽ കാണുന്നോ അതുപോലെ തന്നെ പ്രാവർത്തികമാക്കാൻ പാർട്ടിയിൽ നിയോഗിക്കപ്പെട്ട ചില മന്ത്രിമാരിൽ ഒരാളായിരുന്നു വാസവൻ. അപ്പോൾ വാസവൻ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്തായാലും ജനങ്ങളുടെ വികാരം എന്താണ് എന്നുള്ളത്, ഇപ്പൊ മന്ത്രിമാരെന്ന രീതിയിൽ ഇവർക്ക് നേരിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിച്ചില്ലെങ്കിൽ അതിന് ഒരുപാട് ഘടകങ്ങൾ CPM സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതിൽ ബ്രാഞ്ച് തലം, ഏരിയ തലം, അതുപോലെ തന്നെ ജില്ലാതലം, ഇങ്ങനെ ഒരുപാട് ബൂത്ത് കമ്മിറ്റികളൊക്കെ ഉണ്ട്. അപ്പോൾ ജനങ്ങളുടെ പൾസ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ, അല്ലെങ്കിൽ നേതാക്കന്മാരിലേക്ക് എത്തിക്കാൻ അവർക്ക് കൃത്യമായ ഒരു സംവിധാനമുണ്ട്. കേഡർ പാർട്ടി സ്വഭാവമുള്ള പാർട്ടി തന്നെയാണ് CPM. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ജനങ്ങൾക്ക് എന്താണ് ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് സർക്കാരിനെ കുറിച്ച്, ഏത് തരത്തിലുള്ള ഒരു ജനകീയ വികാരമാണ് ഉരുത്തിരിഞ്ഞു വരുന്നത് എന്ന് മനസ്സിലാക്കുന്നതിൽ ഈ പാർട്ടി വളരെ ദൂരം പിന്നോട്ട് പോയി. ആ മലർപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രമായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. 3.0 ആവർത്തിച്ച് തുടർഭരണം വരും. പിണറായി വിജയനും അതേ സ്വപ്നം തന്നെയാണ് കണ്ടുകൊണ്ടിരുന്നത്. കൂടെ വാസവനും സ്വപ്നം കണ്ടു. കാരണം മന്ത്രിസഭ കിട്ടുകയാണെങ്കിൽ തീർച്ചയായും വാസവനും മന്ത്രിയായിരിക്കും എന്നുള്ള ആ സ്വപ്നത്തിൽ ചക്രക്കുടത്തിൽ കൈയിട്ടാ നക്കാം എന്നുള്ളൊരു ധാരണയിൽ വാസവനും കാര്യങ്ങൾ മിണ്ടിയില്ല. ഇന്നിപ്പോ ഈ കിളിമാനൂരിൽ ഇങ്ങനെ ഒരു യോഗം ചേരുമ്പോൾ പിണറായി വിജയനെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ വാസവൻ തിരിച്ചടിക്കണമെന്നുണ്ടെങ്കിൽ വാസവന് ഇത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വെളിപാടല്ലല്ലോ. തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്തൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്ന് ബ്രാഞ്ച് തലം മുതൽ, ഏരിയ തലം മുതൽ, എന്തിന് ബൂത്ത് തലം മുതൽ അവർ അവലോകന യോഗങ്ങൾ ഉണ്ടാവും. ഏതൊക്കെ തരത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിന് നേരിടേണ്ടത്, ജനങ്ങൾക്ക് എവിടെയാണ് നമ്മളോട് അതൃപ്തി ഉള്ളത്, ഏതെങ്കിലും കാരണങ്ങൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പത്രികയിൽ, പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാത്തതുണ്ടോ, ഏത് പദ്ധതികളാണ് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ദോഷകരങ്ങളായിട്ട് ബാധിച്ചേക്കണം, അല്ലെങ്കിൽ ജനങ്ങൾക്ക് അത്തരത്തിലുള്ള അഭിപ്രായമുണ്ടോ എന്നൊക്കെ ഇവർ സ്വാംശീകരിക്കും. അതിനുശേഷമാണ് ഇവർ തെരഞ്ഞെടുപ്പിനെ നേരിടുക. ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് വളരെ ഭംഗിയായി പ്രവർത്തിച്ചിട്ടുള്ള ആള് എന്ന രീതിയിൽ ഈ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എന്താന്നുള്ളത് ഞാൻ ഫവാസിനെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് പഠനങ്ങൾക്ക് ശേഷം തന്നെയായിരിക്കും ഇവർ പ്രകടന പത്രിക വരെ തയ്യാറാക്കുക തെരഞ്ഞെടുപ്പിന്റെ. അത്തരത്തിൽ ആ സന്ദർഭങ്ങളിൽ ഒന്നും തന്നെ ഇത്തരം ഒരു അഭിപ്രായം മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ മനസ്സിലാക്കിയ അഭിപ്രായം പുറത്തു പറയാതെ ഇപ്പൊ വാസവൻ ഇത്തരത്തിൽ പറയുന്നത് പാർട്ടിക്കും അണികൾക്കും കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്കുമെല്ലാം പിണറായി വിജയനോടുള്ള മതിപ്പ് കുറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന നേതാവ് ഇനി പാർട്ടിയുടെയും ഈ ഭരണത്തിന്റെയും തലപ്പത്ത് വേണ്ട എന്ന് ജനം വിധി എഴുതി കഴിഞ്ഞപ്പോൾ ഇനി ജനഹൃദയങ്ങളിൽ പിണറായി വിജയനെ താങ്ങി നിന്ന എനിക്കും സ്ഥാനം കിട്ടില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് വാസവൻ ഇത്തരത്തിലൊരു അഭിപ്രായ പ്രകടനം നടത്തിയെന്നാണ് എനിക്ക് പറയാൻ സാധിക്കുക. മാത്രമല്ല, അതിൽ അദ്ദേഹം കൂട്ടിച്ചേർത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ പറഞ്ഞ പോലെ പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശനെ കുമാരനാശനേക്കാൾ ശ്രേഷ്ഠനായ വ്യക്തി എന്നുള്ള തരത്തിൽ ഉപമിച്ചു എന്ന് പറഞ്ഞു. അപ്പം ഇത്തരത്തിൽ ഈ കുമാരനാശാന് ഒപ്പം വെള്ളാപ്പള്ളിയെ ഇരുത്തുക എന്ന് പറഞ്ഞാൽ നമ്മളെ ആ ഒരു എന്താ പറയാ, പിണറായി വിജയന്റെ ആ പക്വതയില്ലായ്മ, ഇത്ര തരത്തിലുള്ള വലിയ കാര്യങ്ങളാണ് പാർട്ടിയെ പൂർണ്ണമായിട്ടും ഇല്ലാണ്ടാക്കിയെന്നുള്ളതും പിന്നെ
വെള്ളാപ്പള്ളിയെ പോലുള്ള ഒരു നേതാവ് വർഗീയ പരാമർശങ്ങൾ നടത്തുമ്പോൾ അദ്ദേഹത്തെ കാറി കയറ്റി കൊണ്ടുപോയതും മൗനം പാലിച്ചതൊക്കെയാണ് പാർട്ടിയെ വലിയ തരത്തിൽ തോൽവിയിലേക്ക് നയിച്ചത് എന്നൊരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. തീർച്ചയായും അവസ്ഥയിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. നമ്മുടെ ഈ പിണറായി വിജയൻ മന്ത്രിസഭയിൽ അത്യാവശ്യം വായനാശീലമുള്ള ഒരു മന്ത്രിയായിരുന്നു വാസവൻ. അപ്പൊ വാസവനെ സംബന്ധിച്ചിടത്തോളം കുമാരനാശാൻ ആരാണെന്നുള്ളതും കുമാരനാശാന് ഒരു കവി എന്നതിലുപരി കേരളീയ സാമൂഹ്യ പശ്ചാത്തലത്തിൽ എത്രത്തോളം പങ്കുണ്ട്, കേരളത്തിന്റെ നവോത്ഥാന പ്രസ്ഥാനത്തിൽ ആശാൻ എത്രമാത്രം പങ്കുവഹിച്ചിട്ടുണ്ടെന്നുള്ളതൊക്കെ കൃത്യമായി വാസവൻ അറിയാം. കാരണം വാസവൻ അത്യാവശ്യം വായനയുള്ള ഒരു മനുഷ്യനാണ്, നല്ല ഭാഷയുള്ള ഒരാൾ തന്നെയാണ്. നമ്മൾ കുറ്റം പറയാൻ പാടില്ല, ഒരാളുടെ വ്യക്തിഗതമായ കഴിവിനെ അംഗീകരിക്കണം. തീർച്ചയായും ആ കാര്യത്തിലൊക്കെ ഒരുപാട് ദൂരം മുന്നോട്ട് പോയിട്ടുള്ള ഒരു നേതാവാണ് വാസവൻ. അതുകൊണ്ട് കുമാരനാശാന്റെ ഈ സാംസ്കാരിക കേരളത്തിലെ പ്രസക്തി എന്താന്നുള്ളത് വാസവന് നന്നായി അറിയാം. അത് ഈ SNDP യോഗം ഉണ്ടാകുമ്പോൾ കുമാരനാശാനാണ് അതിന്റെ ആദ്യത്തെ സെക്രട്ടറി. എൻ്റെ ഓർമ്മ അങ്ങനെ തന്നെയാണ്. അന്ന് ശ്രീനാരായണ ഗുരുദേവന്റെ അടുത്ത ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു ഈ കുമാരനാശാൻ. അപ്പൊ കുമാരനാശാൻ ഒരു കവി എന്ന രീതിയിലൊക്കെ പേര് കേട്ടു, വിദ്യാഭ്യാസം നേടിയ ഒരാൾ, സമുദായത്തിലെ സമുന്നതനായ ഒരു വ്യക്തി എന്ന രീതിയിൽ ആശാനോട് ഗുരുദേവന് വലിയൊരു പ്രതിപത്തി തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ കുമാരു എന്നാണ് വിളിച്ചിരുന്നത്. ഈ കുമാരനാശാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രസ്ഥാനം നമ്മൾ ഉണ്ടാക്കാനുള്ള ഒരു പദ്ധതി ചെയ്യുന്നു, അവശ്യ വിഭാഗങ്ങളെ ഒരുമിച്ച് നിർത്താൻ വേണ്ടി ഇങ്ങനെ ശ്രീനാരായണീയ പരിപാലന പ്രസ്ഥാനം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു യോഗം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇതിൽ എന്തിനാണ് നമ്മുടെ പേര് വച്ചേക്കണത് എന്ന് ശ്രീനാരായണ ഗുരു ചോദിച്ചു എന്നുള്ളതാണ് ഞാൻ വായിച്ച് അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശ്രീനാരായണൻ എന്ന് പറയുമ്പോൾ സാക്ഷാൽ ശ്രീനാരായണന്റെ ധർമ്മ പരിപാലന സംഘം, അതാണ് SNDP. അപ്പോൾ ഗുരുദേവന്റെ പേര് ശ്രീനാരായണൻ എന്ന് തന്നെയാണ്, അതിന്റെ സ്തുത്യർഹമായ ഒരു അനുസ്മരണം അവിടെയുണ്ട് എന്നതിലുപരി ശ്രീനാരായണ ധർമ്മം, അതായത് സാക്ഷാൽ ശ്രീനാരായണൻ, ഈശ്വരൻ എന്നൊരു വിവക്ഷയിൽ നമ്മൾ അതിന് കണ്ടാൽ മതി. ഈ പ്രപഞ്ച ശക്തിയെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ നയിക്കുന്ന ജനങ്ങൾ കാണുന്ന ഒരു ശക്തി. അതിന് ഹിന്ദു മുസ്ലിം എന്നൊരു വേർതിരിവ് വേണ്ട. ഗുരുദേവൻ അങ്ങനെ ഇല്ലാത്തൊരു മനുഷ്യൻ കൂടിയായിരുന്നു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെന്ന് കേരളത്തിൽ ആദ്യമായിട്ട് ജനങ്ങളോട് വളരെ ലളിതമായി അദ്വൈത സിദ്ധാന്തം ഓതിയ മഹാഗുരു തന്നെയാണ് ശ്രീനാരായണ ഗുരു. അപ്പോൾ ഗുരുദേവന്റെ പേരിൽ തന്നെയല്ല, ഇങ്ങനെയൊരു തത്വം കൂടി അതിന്റെ പുറകിലുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ഗുരുദേവൻ ആ പേരിടാൻ സമ്മതിച്ചു തന്നെ. അപ്പോൾ ഈ സെക്രട്ടറി എന്ന രീതിയിൽ കുമാരനാശാനാണ് ആ പേര് നിർദ്ദേശിച്ചത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ കേൾക്കുന്ന പ്രേക്ഷകർക്ക് ഇതിൽ വിയോജിപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അഭിപ്രായം രേഖപ്പെടുത്തണം, ഞങ്ങൾക്കും തെറ്റിദ്ധരുത്താമല്ലോ. അപ്പോൾ അത്രത്തോളം സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടായിരുന്ന, അന്ന് ഉച്ചനീചത്വങ്ങൾക്കെതിരെ നമ്മുടെ സമുദായത്തിൽ നിന്നിരുന്ന ഈ കേരളത്തിന്റെ സാമൂഹ്യ പശ്ചാത്തലത്തിലുണ്ടായിരുന്ന ഉച്ചനീചത്വങ്ങൾക്കെതിരെ നളിനി പോലുള്ള, ദുരവസ്ഥ പോലുള്ള, ചണ്ടാല ഭിക്ഷുകി പോലുള്ള മനോഹരങ്ങളായ കവിതകൾ എഴുതിയ, ഖണ്ഡകാവ്യങ്ങൾ എഴുതിയ വലിയൊരു കവി തന്നെയായിരുന്നു കുമാരനാശാൻ. ആ കുമാരനാശാന്റെ സാമൂഹ്യ പ്രതിബദ്ധതയും ദീർഘവീക്ഷണവും അതിലുപരിയായി വെള്ളാപ്പള്ളി നടേശനിൽ പിണറായി വിജയൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ പിണറായി വിജയൻ ഏത് രീതിയിലാണ് വെള്ളാപ്പള്ളി നടേശനെ മനസ്സിലാക്കിയത് എന്നുള്ളത് നമ്മൾ കേൾക്കുന്ന പൊതുസമൂഹത്തിനുണ്ടാവും. അന്ന് പിണറായി വിജയന്റെ വാക്ക് കേട്ട് പൊതുസമൂഹത്തിനുണ്ടാവും. പക്ഷെ ഇതൊക്കെ സാമാന്യ വായനയുള്ള അല്ലെങ്കിൽ കുമാരനാശാനെ തിരിച്ചറിഞ്ഞിട്ടുള്ള SNDP യോഗത്തിനെ അത്യാവശ്യം മനസ്സിലാക്കിയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് എന്ന രീതിയിൽ എന്തുകൊണ്ടാണ് വാസവൻ അന്ന് തിരുത്താതിരുന്നത്? അപ്പോ ദീപസ്തംഭം മഹാശ്വര്യം, നമുക്കും കിട്ടണം പണം എന്ന് കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞതുപോലെ ഈ കൂട്ടത്തിൽ കൂടി നിന്ന് ഈ ഒഴുക്കിൽ അങ്ങ് പോവുകയാണെങ്കിൽ കര പറ്റിയാൽ എനിക്കും ഒരു സ്ഥാനം കിട്ടും എന്നുള്ള ഒറ്റ ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് അന്ന് പിണറായി വിജയനെതിരെ പറയേണ്ട സമയത്ത് കാര്യങ്ങൾ വാസവൻ വ്യക്തമാക്കാതിരുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. ദേവസ്വം വകുപ്പിന്റെ ചുമതല കൂടി ഉണ്ടായിരുന്നു വാസവന്. അപ്പോൾ വാസവൻ ഈ ശബരിമല കൊള്ളയ്ക്ക് ശേഷം ഹിന്ദുക്കളുടെ വലിയ ഒരു വോട്ട് ചോർച്ച ഈ CPM-നെതിരെ ഉണ്ടായിരിക്കുന്നു, അല്ലെങ്കിൽ ഉണ്ടാകും, അങ്ങനെ ഒരു വികാരം ഉരുത്തിരിഞ്ഞു എന്ന് വന്നപ്പോൾ അതിന്റെ ഒരു ദോഷത്തിൽ നിന്ന് മറികടക്കാൻ വേണ്ടിയാണ് ആഗോള അയ്യപ്പ സംഗമം എന്നുള്ളൊരു പരിപാടികൾ നടത്തുന്നത്. ഈ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ 1-ാം നമ്പർ കാറിൽ പമ്പാമണപ്പുറത്തേക്ക് വന്നിറങ്ങുമ്പോൾ ആ കാറിന് വെള്ളാപ്പള്ളി നടേശൻ ഉണ്ടായിരുന്നു. ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന സാമുദായിക ആചാര്യന്റെ കൈ പിടിച്ചുകൊണ്ടാണ് നമ്മൾ നവവധൂവരന്മാര് കല്യാണ പന്തലിലേക്ക് ഒരുമിച്ച് കയറി ചെല്ലുമ്പോൾ പരസ്പരം കൈകോർത്ത് പിടിച്ചുകൊണ്ട് കയറി ചെല്ലുന്ന ഒരു ചടങ്ങ് പല സമുദായങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞതുപോലെ വെള്ളാപ്പള്ളി നടേശന്റെയും പിണറായി വിജയന്റെയും കൈകൾ തമ്മിൽ പരസ്പരം കോർത്ത് പിടിച്ചുകൊണ്ട് നവവധൂവരന്മാരെ പോലെയാണ് അവര് ആ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വേദിയിലേക്ക് കടന്നു ചെന്നത്. അതിൽ ഏതെങ്കിലും തരത്തിൽ നമ്മൾ ദോഷൈകതൃക്കൊന്നും ആയിട്ട് നമ്മളൊന്നും പറയുന്നില്ല. പക്ഷേ ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന SNDP സമുദായത്തിന്റെ ഈ നേതാവ് മുസ്ലിം ലീഗ് അടക്കമുള്ള ആളുകളെ മലപ്പുറത്ത് ചെന്നുകൊണ്ട് അവര് ഇടപെടൽ കാരണം
ഹൈന്ദവ സമൂഹത്തിന് കൃത്യമായ ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല, അവരുടെ ഇടപെടൽ മൂലം ഹൈന്ദവ സമുദായത്തിന് കിട്ടേണ്ട സ്കൂളുകൾ പോലുള്ള മറ്റു ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല, സർക്കാരിൽ നിന്ന് ലഭിക്കുന്നില്ല എന്ന് പറയുന്നു. അങ്ങനെ പറയുമ്പോൾ ഈ പിണറായി വിജയന്റെ കൈയും പിടിച്ചുകൊണ്ട് സദാസമയം നടക്കുന്ന പിണറായി വിജയൻ നാഴിക്ക് 40 വാട്ടം വാഴ്ത്തിപ്പാടുന്ന വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ന്യൂനപക്ഷങ്ങൾക്ക് ഈഴവ സമുദായത്തിന് വേണ്ടത്ര പ്രാതിനിധ്യം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അത് പിണറായി വിജയനെ തന്നെ അടിക്കുന്ന രീതി തന്നെയായിരുന്നല്ലോ. അപ്പോ ഈ ന്യൂനപക്ഷങ്ങളെ കുറിച്ച് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പരാമർശങ്ങളെ പോലും തിരുത്താൻ പിണറായി വിജയൻ തയ്യാറായിരുന്നില്ല എന്ന് എന്തുകൊണ്ട് അന്ന് വാസവന് മനസ്സിലായില്ല? ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്ന രീതിയിൽ മതത്തിനെയോ ജാതിയെയോ പ്രീണിപ്പിക്കുകയോ ആരോടും കൂടുതൽ പ്രതിപത്തിയോ വിപ്രതിപത്തിയോ ഒന്നും സഖാക്കന്മാർ കാണിക്കില്ല. അവർ പേര് പോലും വിളിക്കാതെ സഖാവേ സഖാവേ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. കാരണം എല്ലാവരും തുല്യരാണ് എന്നുള്ള ഒരു രീതിയിൽ കോമ്രേഡ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ തീർച്ചയായും അത്തരത്തിലുള്ള സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ട് പോലും CPM-ന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു MLA എന്ന രീതിയിൽ, ജനപ്രതിനിധി എന്ന രീതിയിൽ, അതിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട മന്ത്രി എന്ന രീതിയിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന വാസവൻ എന്തുകൊണ്ടാണ് അന്ന് അത് തിരിച്ചു പറയാതിരുന്നത്? ഇന്നിപ്പോ പിണറായി വിജയന്റെ സർവ്വവിധ പ്രതാപങ്ങളും അസ്തമിച്ച് ജനപിന്തുണയും തീർന്ന് പിണറായി വിജയൻ ഒരു പഴയ ചാക്കിന് തുല്യമായി മാറിക്കഴിഞ്ഞപ്പോൾ പോളിറ്റ് ബ്യൂറോയിൽ സ്വന്തം വോട്ട് കൊണ്ടുപോലും പ്രതിപക്ഷ നേതാവായി ഇരിക്കാൻ വേണ്ടി ഒരു അർഹത പിടിച്ചു വാങ്ങിക്കഴിഞ്ഞപ്പോൾ ഇപ്പൊ പിണറായി വിജയൻ ചെയ്തത് ശരിയല്ല എന്ന് വാസവൻ പറയുമ്പോൾ പിണറായി വിജയനേക്കാൾ ഒരു തരം താണ തരത്തിലുള്ള ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ വാസവന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്ന് വേണം പറയാൻ. പിണറായി വിജയന്റെ ഭാഗത്തു നിന്നുണ്ടായ തരം താണ പ്രവൃത്തി എന്ന് പറയുന്നത് പലപ്പോഴും ഈ ആളുകളെ വിളിക്കുന്ന അഭിസംബോധന ചെയ്യുന്ന രീതികളൊക്കെ നമ്മൾ പലവട്ടം ചർച്ച ചെയ്തിട്ടുണ്ട്. ഡാഷ്മോനെ രേവന്ത് എന്നൊക്കെ പറയുന്ന രീതിയിൽ, അല്ലെങ്കിൽ കടക്ക് പുറത്ത് വീട്ടിൽ പോയി പറഞ്ഞാൽ മതി, കുലംകുത്തി, പരനാറി, ചെറ്റ എന്നൊക്കെ പറയുന്ന പോലെ അത്തരം പ്രയോഗങ്ങളെക്കാൾ താഴ്ന്ന രീതിയിലാണ് ഇപ്പോൾ വാസവൻ പിണറായി വിജയനെതിരെ ഇത്തരം പദപ്രയോഗങ്ങൾ നടത്തിയിട്ടുള്ളതെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഓരോരോ കമ്മിറ്റിയിലും ഓരോരോ അവലോകന യോഗങ്ങൾ ഇടതുപക്ഷത്തിൻ്റെത് കഴിയുമ്പോൾ പിണറായി വിജയൻ എന്ന നേതാവിന് ചുറ്റും പത്മവ്യൂഹം കൂടിക്കൂടി വരികയാണ്. അതായത് ശത്രുക്കളുടെ ഒരു വ്യൂഹം തന്നെ കൂടിക്കൂടി വരികയാണ്. പിണറായി വിജയൻ എന്ന നേതാവ് ഈ പാർട്ടിയെ തോൽപ്പിച്ചു, പാർട്ടിയുടെ ഇത്രത്തോളം ദയനീയമായ പരാജയത്തിന് പിണറായി വിജയൻ തന്നെയാണ് കാരണക്കാരൻ എന്ന് ഓരോ അണികളും പറഞ്ഞു തുടങ്ങുമ്പോൾ ഈ പൾസ് എന്തുകൊണ്ടാണ് ഭരണത്തിന്റെ അധികാരത്തിന്റെ അപ്പകഷ്ണങ്ങൾ പങ്കിട്ട വാസവനെ പോലുള്ള ആളുകൾക്ക് അന്ന് തിരുത്താൻ സാധിക്കാതിരുന്നത്, പറയാൻ കഴിയാതിരുന്നത്? അങ്ങനെയെങ്കിൽ അന്ന് അത് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്രത്തോളം ദയനീയമായ പരാജയം CPM-ന് ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അപ്പോൾ ഭരണത്തിന്റെ നേട്ടങ്ങൾ ഒരുമിച്ച് നിന്ന് അനുഭവിക്കുകയും ഭരണം കൈവിട്ടു പോകുമ്പോൾ ഞാനല്ല ഉത്തരവാദി, മുഖ്യനാണ് എന്ന് പറയുന്നതിൽ ഒരു രാഷ്ട്രീയ പാപ്പരത്വം ഉണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. അത് മാത്രമല്ല, ഇപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മാത്രമല്ല, പല നേതാക്കന്മാരും CPM-ന്റെ ഏരിയ കമ്മിറ്റി മുതൽ ലോക്കൽ കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി ആൾക്കാരെല്ലാവരും ഈ പറഞ്ഞ പോലെ പിണറായി വിജയനുള്ള കാര്യത്തിൽ എല്ലാവരും നിശബ്ദരായിരുന്നു. പക്ഷേ ഇപ്രാവശ്യത്തെ ഇലക്ഷൻ തോറ്റോടുകൂടി എല്ലാവരും രംഗത്ത് വരാൻ തുടങ്ങി. കാരണം അവർക്കെല്ലാവർക്കും അറിയാം പറഞ്ഞിട്ട് കാര്യമില്ല, അദ്ദേഹം സമുന്നതനായ നേതാവാണ്, അങ്ങോട്ട് പറഞ്ഞു ഒന്നും കേൾക്കില്ല. മോദിയുടെ മൻ കി ബാത്ത് പോലെയാണ്, നമ്മൾ റേഡിയോയോട് അങ്ങോട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, റേഡിയോ ഇങ്ങോട്ട് ഇങ്ങനെ പറയും, നമ്മൾ കേൾക്കുക എന്നല്ലാണ്ട് പിണറായി വിജയൻ പറയുന്നത് ഇങ്ങോട്ട് കേൾക്കുക, നമ്മളത് അനുസരിക്കുക എന്നുള്ളതിനപ്പുറം നമുക്ക് അവിടെ ഒരു വോയിസ് ഉണ്ടായിരുന്നില്ല പാർട്ടിക്കാർക്ക്. ഇപ്പൊ എന്തായാലും ആ തോൽവി വന്നോടുകൂടി. പക്ഷേ എനിക്ക് തോന്നി മറ്റൊരു കാര്യം, ഇതവർ നേരത്തെ ചെയ്യണമായിരുന്നു. ഈ ഏരിയ കമ്മിറ്റി കൂടുതലും ജില്ലാ കമ്മിറ്റി കൂടുതലും ലോക്കൽ കമ്മിറ്റി കൂടുതലും എല്ലാം നേരത്തെ ആവണമായിരുന്നു. തോറ്റ ഉടനെ ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ഈ പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് എത്തില്ലായിരുന്നു എന്നുള്ള കാര്യം എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ല, ഈ ഫവാസ് പറഞ്ഞതുപോലെ നേരത്തെ പറയണം എന്ന് പറയുമ്പോൾ ഉൾപാർട്ടി ജനാധിപത്യം ഉള്ള ഒരു പാർട്ടിയാണ് CPM എന്ന് പറയുമ്പോൾ എന്ത് ഉൾപാർട്ടി ജനാധിപത്യം? ഒരു അവസരത്തിൽ എനിക്ക് തോന്നുന്നത് ഏതാണ്ട് 18 വർഷക്കാലത്തോളം, തീർച്ചയായും 16 വർഷക്കാലത്തോളം പാർട്ടിയെയും 10 വർഷക്കാലം ഭരണത്തെയും തന്റെ കൈപ്പിടിയിൽ ഒതുക്കി CPM എന്നാൽ പിണറായി, പിണറായി എന്നാൽ CPM എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടു ചെന്നിച്ചു. പിന്നെ ഇതിന്റെ കേന്ദ്ര ഓർബിറ്റ് എന്ന് പറയുന്നത്, അതായത് പോളിറ്റ് ബ്യൂറോ എന്ന് പറയുന്നത്, ഈ പോളിറ്റ് ബ്യൂറോയിലുള്ള ആളുകൾക്ക് കഞ്ഞി കുടിക്കണമെന്നെങ്കിൽ ഈ കേരളത്തിൽ നിന്നുള്ള ലെവി കിട്ടണമെന്നേ. അപ്പൊ അവരുടെ കഞ്ഞിമുടി മുട്ടിക്കത്തക്ക രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ആ പാർട്ടിയെ കുറിച്ച് അവർ അവിടെ നിന്ന് പറയില്ല, പിണറായി വിജയനെതിരെ പറയില്ല. അതിന്റെ ഏറ്റവും ഉത്തമ ദൃഷ്ടാന്തമാണ് ഈ 35 സീറ്റിലേക്ക് ഒതുങ്ങിയ ഒരു പാർട്ടി. 99-ൽ നിന്ന് രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 99 സീറ്റ് ഉണ്ടായിരുന്നു. ആ സീറ്റിൽ നിന്ന് 35 സീറ്റിലേക്ക് മാറി. CPM-ന്റെ സീറ്റ് നോക്കുമ്പോൾ എത്ര, 26-ഓ 28-ഓ
CPM 28 സീറ്റ്, 28 സീറ്റിലേക്ക് 100 സീറ്റിൽ മത്സരിച്ച് 28 സീറ്റ് കിട്ടി. അല്ലെ? അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം, അത്തരത്തിലൊരു ഒരു അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ എന്നിട്ടും പോളിറ്റ് ബ്യൂറോയിൽ 7 പേര് പിണറായി വിജയനെതിരെ വോട്ട് ചെയ്തു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പോളിറ്റ് ബ്യൂറോ മെമ്പർ എന്ന രീതിയിൽ തന്റെ വോട്ട് കൂടി ചെയ്ത് സ്വയം വിജയിച്ചു എന്നാണ് ഇപ്പോ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് പിണറായി വിജയൻ ഇരിക്കുന്നത്. അപ്പൊ പോളിറ്റ് ബ്യൂറോവും ഒരു ഘട്ടത്തിൽ പിണറായി വിജയന്റെ വാക്കിനപ്പുറത്തേക്ക് പോകില്ലായിരുന്നു. ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതിനെ ലീഡ് ചെയ്യാൻ, നയിച്ചുകൊണ്ടുപോകാൻ ഇപ്പൊ മറ്റൊരു നേതാവ് ഉണ്ട് എന്നുള്ള ഒരു ധാരണ ജനങ്ങൾക്കുമില്ല. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയ MA ബേബി വരെ പിണറായി വിജയന് ജിഞ്ചലം അടിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഈ പിണറായി വിജയൻ എന്ന നേതാവിന്റെ നയവൈകല്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ, പിണറായി വിജയനെ തിരുത്താൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഈ പാർട്ടി ഇത്രത്തോളം ദയനീയമായ പരാജയത്തിലേക്ക് എത്തില്ലായിരുന്നു. അതിൽ വാസവനും അല്ലെങ്കിൽ വാസവന്റെ ഒപ്പം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മന്ത്രിസഭയിലുണ്ടായിരുന്ന ഓരോരോ മന്ത്രിമാർക്കും തുല്യ ഉത്തരവാദിത്വം തന്നെയാണ്. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് വാസവനെന്നും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.